ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഐഷൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാവണേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ഡബ്ബിങ്ങിന് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് കമ്പിടാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ പല്ല് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ല് കമ്പിടാന്ന് തന്നെ വിചാരിച്ച് അമ്മ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പം തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഉമ്മനെ കൂട്ടിക്കൊണ്ടുവന്നു. എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പല്ല് കമ്പിടാൻ. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പറഞ്ഞ് നീ പല്ല് കമ്പിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ഇട്ടാണ് ഞാൻ ഈ ഒരു കമ്പി. പിന്നെ എൻ്റെ പല്ല് കമ്പറിനെക്കാട്ടി മുൻപ് എൻ്റെ 2 പാൽപ്പല്ലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ പിടിക്കാനേ വിട്ടുപോയി. പിന്നെ എനിക്കങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ വേദന എടുക്കുമോ എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുൻപ് എൻ്റെ പല്ല് ക്ലീൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വേദനയൊക്കെ എടുക്കും എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു, ചെറുതായിട്ട് നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു. ഈ നേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു ഇതിന് മുൻപ് പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറുതായിട്ട് ഹാപ്പി ആയിരുന്നു ആ പല്ല് ക്ലീൻ ചെയ്തപ്പോൾ. അത് വേറൊന്നിൻ്റെ അല്ല, പല്ല് കമ്പിടുന്നതിൻ്റെ സന്തോഷത്തിൻ്റെ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല്ല് ക്ലീൻ ചെയ്തായിരുന്നു. ഇപ്പോൾ എൻ്റെ പല്ലിൻ്റെ അളവൊന്നും എടുക്കാണ് കേട്ടോ. ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് പോലത്തെ സാധനം വേറൊരു സാധനമുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പല്ലിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ആ ടൈമിൽ നമുക്ക് ചെറുതായിട്ട് പെയിൻ എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഉറപ്പിക്കണതിൻ്റെ ഒരു വേദന അത്രേ ഉള്ളൂ. സത്യം പറയാലോ, അവരെ പേസ്റ്റ് പോലത്തെ സാധനം എന്നോട് ഒരു നഴ്സ് പറഞ്ഞ് നന്നായിട്ട് വായൊക്കെ ഒപ്പിക്കാൻ പറഞ്ഞ്. നന്നായിട്ട് വായൊക്കെ ഒപ്പിച്ചിട്ടൊന്നും നമ്മുടെ വായുടെ ഉള്ളിൽ നിന്നൊന്നും പോരുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് എന്താ പറയുക ബ്രഷ് ചെയ്ത് കളയാണ് ചെയ്തത്. ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് അജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ പല്ലെടുക്കുന്നത്. പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ നഴ്സു. പിന്നെ ഞങ്ങൾ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബേക്കറിലേക്ക് പോയി. പിന്നെ എൻ്റെ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബേക്കറിയിൽ സവാള വട, ഉണ്ണിയപ്പം, പിന്നെ റുമാൽ റൊട്ടി വെച്ചിട്ടുള്ളൊരു ഷവർമ്മ, പിന്നെ ഇറച്ചിപ്പത്തിരി, അങ്ങനത്തെ കുറേ സ്നാക്സുകൾ ഈ ഒരു ബേക്കറിയിലുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ആ ബേക്കറിയിൽ നിന്ന് ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം ഞങ്ങൾ ചിക്കൻ റോൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, രക്ഷയില്ല. ഞങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ സ്നാക്കാട്ടോ അത്. ഇത് വേറൊരു ദിവസം ഞങ്ങൾ പല്ല് കട്ടിടാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആട്ടോ ഇത്. നന്നായിട്ട് പല്ല് പൊന്തിയിട്ടുള്ളവരും പല്ല് നന്നായിട്ട് ഗ്യാപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ പല്ല് കമ്പിടുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുമ്മ കട്ടിടുന്നതിനെക്കാട്ടി മുൻപ് അവർ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഒരു ഡബ്ബർ ബാൻഡ് പോലത്തെ സാധനം ഇടും. അപ്പോൾ അന്നത്തെ ആ 2 ദിവസം നമുക്ക് ഫുഡ് മര്യാദ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ ഒരു വേദന ഉണ്ട്. എനിക്കെങ്ങനെയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ അക്വേറിയത്തിൽ മീനായിട്ട് ഇതൊക്കെ. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പല പേഷ്യൻസും കുറേയൊക്കെ അജാസ് ഡോക്ടറെ കാണാനുള്ളവരും കുറച്ചൊക്കെ സർജറി ഡോക്ടറെ കാണാനുള്ളവരൊക്കെ ആണ് കേട്ടോ. ഇതാട്ടോ സർജറി ഡോക്ടർ. ഈ ഡോക്ടർ ആഴ്ചയിൽ 2 ദിവസം മാത്രം വരുള്ളൂ. അത് ഏത് ദിവസങ്ങളിലൊക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴവും വെള്ളിയും മാത്രം വരുള്ളൂ. ഇന്ന് കട്ട മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കട്ട ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബ്രഷും അതുപോലെ തന്നെ ഒരു തുള്ളിമരുന്നും എഴുതി തന്നിട്ടുണ്ടായിരുന്നു. തുള്ളിമരുന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കമ്പിട്ട് കവർ പൊട്ടി കൊടുത്ത് ഈ ഒരു തുള്ളിമരുന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്ത് കിട്ടും. പിന്നെ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് പല്ല് കമ്പി ഇടുന്നതിനെക്കാട്ടി മുൻപ് നമ്മൾ യൂസ് ചെയ്ത് തരുന്ന ബ്രഷ് മാറ്റിയിട്ട് അവർ എഴുതി തരുന്ന ബ്രഷ് യൂസ് ചെയ്യുക.
പിന്നെ ഞാൻ എൻ്റെ പല്ല് കമ്പിടുന്നതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പിടിക്കാതിരുന്നത്. പിന്നെ ഈ വോയിസ് ഓവറിൽ എന്തെങ്കിലും അക്ഷര വ്യത്യാസമായാലും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടർക്കും ലവ് യു ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.